പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലെ ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ഇന്ന് ചിത്ര പൗർണമി ഉത്സവം ആഘോഷിക്കുന്നു. കേരള, തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായാണ് ഉത്സവം നടത്തുന്നത്. ഉത്സവത്തിനായി ആയിരക്കണക്കിന് ഭക്തരാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയത്. വർഷത്തിൽ ചൈത്ര പൗർണമി ദിവസത്തിൽ മാത്രമാണ് മംഗളാദേവി ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഉത്സവനാളിൽ കേരളം, തമിഴ്നാട് ശൈലികളിലെ പൂജാതി കർമ്മങ്ങളാണ് നടക്കുന്നത്. അടുത്തടുത്തായി 2 ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത്. രാവിലെ 6 മണി മുതൽ 1-ാം ഗേറ്റിലൂടെ ഭക്തരെ കയറ്റിവിട്ട് തുടങ്ങി. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് പാസ് നൽകിയിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് യാത്രാനുമതിയുള്ളത്. ഉച്ചയ്ക്ക് 2:30 വരെയാണ് പ്രവേശനാനുമതി നൽകിയിട്ടുള്ളത്. വൈകിട്ട് 5:30 ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും അനുവദിക്കില്ല. പുലർച്ചെ 4 മുതൽ ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ, സഹായികൾ എന്നിവരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിട്ടു. കേരള, തമിഴ്നാട് അതിർത്തിയിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കണ്ണകി ക്ഷേത്രം. പുരാതന ക്ഷേത്ര മാതൃകയുടെ ബാക്കി ഭാഗങ്ങളാണ് ഇവിടെയുള്ളത്. പെരിയാർ വന്യജീവി സങ്കേതത്തിലൂടെ 13 കിലോമീറ്റർ മലമുകളിലേക്ക് യാത്ര ചെയ്താൽ സമുദ്രനിരപ്പിൽ നിന്ന് 1337 മീറ്റർ ഉയരത്തിലുള്ള ക്ഷേത്രത്തിലെത്താം. ഇടുക്കി, തേനി ജില്ലാ ഭരണാധികാരികളും പോലീസ് മേധാവിമാരും യോഗം ചേർന്നാണ് ആഘോഷങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. ചിലപ്പതികാരം കാലഘട്ടത്തെ കണ്ണകി കോവലന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് മംഗളാദേവി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. വർഷത്തിൽ ഒരിക്കൽ ചിത്രാപൗർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായാണ് നടത്തുന്നത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഉത്സവനാളിൽ കേരളം, തമിഴ്നാട് ശൈലികളിലെ പൂജാതി കർമ്മങ്ങളാണ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കുമളി.